ഹായ്, ബിനിലാണ് നിങ്ങളോടൊരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാനും നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ജനങ്ങളോട് തന്നെ പറയാനുള്ളൊരു അവസരം തരുകയാണ്. ഗോകുലത്തിലേക്ക് പോണ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യത്തെ കുഴിയാണ് നിങ്ങൾ കണ്ടത്. നിരവധി അനവധി രോഗികളും ക്രിട്ടിക്കലായ പല പേഷ്യൻസും വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം ഇതുവഴി പോയുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നൊരു വീഡിയോ മാത്രമാണത്. നിങ്ങൾ തന്നെ വിലയിരുത്തുക, ഈ റോഡിൽ കൂടെ രോഗികൾ പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതാ കയറ്റം കയറിയിട്ടുള്ള കുഴികളാണ് നിങ്ങൾ കാണുന്നത്. കുഴി മാത്രമല്ല ഈ വഴിയുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചില നമ്മള് പാച്ച് വർക്ക് ചെയ്ത് അടച്ചു വെച്ചേക്കില്ലേ, പ്ലാസ്റ്റർ ചെയ്ത് വെച്ചേക്കും പോലെ ഒരു ഫ്ലാറ്റായിട്ട് ഒരു റോഡില്ല ഇത് ഇവിടെ. നിരന്ന ഒരു റോഡായിട്ട് ഇവിടെ കാണിക്കാനേ പറ്റില്ല. ഇതൊരു MPയോ MLAയോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാനുള്ള റോഡല്ല. ഇത്ര ക്രിട്ടിക്കലായിട്ട് ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളെയും കൊണ്ടുവരുന്ന വഴി ഇങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. അപ്പൊ നമുക്കൊന്ന് കുഴി എണ്ണി നോക്കാം. ആൾറെഡി നമ്മൾ രണ്ടൊന്ന് കുഴി കണ്ടു. ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഷേക്ക് അല്ലാതെ ഈ വീഡിയോ കിട്ടത്തില്ല. കാരണം എന്താ? കാരണം അത്രയ്ക്ക് ഷേക്കായിട്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ ഇത് കിട്ടുന്നത്. ഇതുവഴി എന്തായാലും രോഗികൾ പോകുമ്പോൾ രോഗികളുടെ പകുതി ജീവൻ ആൾറെഡി പോകും. രാത്രി തന്നെ ആംബുലൻസുമായിട്ടൊക്കെ വരുന്ന ഇപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല. കാരണം എന്താ? അവര് ദൂരെ നിന്ന് വരുന്നതല്ലേ. അപ്പൊ അവര് ഇങ്ങനെ ചടപടാന്ന് പറഞ്ഞ് ഓടിക്കുകയും ചെയ്യും. രോഗി ആൾറെഡി അവരെ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഗോകുലത്തിൽ എത്തുന്നവരെ ഈ അവസ്ഥയാണ്. ഇതിപ്പോ പഞ്ചായത്ത് ഫണ്ടാണോ MLA ആണോ MP ആണോ എന്നുള്ള ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ആരെ ആയാലും ഇത് ശരിയാക്കി ഇടണം എന്നതാണ് നമ്മൾ പറയുന്നത്. ഇത്ര ഒരു 2 കിലോമീറ്റർ വരുമെന്ന് തോന്നല്ലേ ആ ഏരിയ തീർത്തും ശോകമായിട്ട് കിടക്കുകയാണ്. ഇത് നോക്കി, വലിയ അതായത് കുഴികളെന്ന് പറയാൻ പറ്റില്ല, ഗർത്തങ്ങളാണ്. അത്ര വലിയ ഇതാണ്. നമുക്ക് അതിലേക്കൂടെ അല്ലാതെ ഇറങ്ങിക്കൊണ്ട് പോകാൻ പറ്റൂല ആ അവസ്ഥ. അപ്പൊ ഞാൻ നിങ്ങളുടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് മാക്സിമം പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഷെയർ ചെയ്ത് ഇത് അധികാരികളിൽ എത്തിക്കുന്നവരെ, അധികാരികളുടെ കണ്ണ് തുറക്കുന്നവരെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. ഇതാണ് ഗോകുലം മെഡിക്കൽ കോളേജ് എൻട്രൻസ് വരെ ഈ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഗോകുലത്തേക്ക് പ്രത്യേകമായി പണിത ഒരു റോഡ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവരും സ്നേഹം മാത്രം. സീ യു, ബൈ.